ചില ആൾക്കാർക്ക് സ്കിന്നിൽ നമ്മൾ ഡെയിലി വേസിൽ എന്തെങ്കിലുമൊക്കെ പാക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഡെയിലി ഇടാൻ പറ്റുമോ? എൻ്റെ അടുത്ത് പല പാക്കുകളും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ചോദിക്കാറുണ്ട്, മാം ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോയെന്ന്. മിക്ക പാക്കുകളും നമ്മൾ പറയുമ്പോഴും പറയും വീക്ക്ലി ഒരു 2 days അല്ലെങ്കിൽ 2 or 3 days മാത്രം എടുത്താൽ മതി എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഡെയിലി വേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഷാന. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യൂക്കമ്പർ എടുക്കുക, ഒന്ന് സ്കിൻ പീൽ ചെയ്തിട്ട് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് പേര് പറയും ഭയങ്കര പ്രശ്നമാണ് സ്കിന്നിന്. നമുക്ക് എല്ലാം തന്നെ അലർജിക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് നമ്മൾ അലോവേറ യൂസ് ചെയ്താലും അതുപോലെ തന്നെ ക്യൂക്കമ്പർ എടുത്താലും എല്ലാ സ്കിന്നിനും എല്ലാം സ്യൂട്ട് ആവണമെന്നില്ല. അതുപോലെ നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് പാച്ച് ടെസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. നമ്മൾ ബേക്കിംഗ് സോഡ എടുക്കുന്നത് എക്സ്ഫോലിയേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1/4 ടീസ്പൂണാണ് എടുക്കുന്നത്. പാച്ച് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ ബേക്കിംഗ് സോഡ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 10 to 15 മിനിറ്റ് വയ്ക്കുക. എന്തെങ്കിലും ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അത് ചെയ്യരുത്. അത് ഞാൻ ആദ്യം തന്നെ പറയുവാണ്. അപ്പോൾ ക്യൂക്കമ്പർ നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തു. അതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിത് ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ല ഗ്ലോ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.